നേപ്പാളിൽ ഹിമതടാകം തകർന്നുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ ആഘാതത്തിൽ നടുങ്ങി നിൽക്കുകയാണ് ലോകം. അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങളുടെയും ആഗോള താപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും പാർശ്വഫലങ്ങളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ. ലോകത്തെ നടുക്കിയ ഹിമതടാക ദുരന്തങ്ങളെ അറിയാം. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ അതിഭീകര പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം നേപ്പാൾ ടിബറ്റൻ ഭൂപ്രദേശങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അനിയന്ത്രിതമായ കാർബൺ പുറന്തള്ളലിന്റെയും ആഗോളതാപനത്തിന്റെയും പരിണിതഫലമായി ഹിമപാളികൾ അടർന്നു വീണ് രൂപപ്പെടുന്ന തടാകങ്ങൾ കാലക്രമേണ ബലക്ഷയവും സമ്മർദ്ദവും കാരണം തകർന്നു വീഴുന്നു. ഇങ്ങനെയുണ്ടാകുന്ന പ്രതിഭാസമായ ഹിമതടാക വിസ്ഫോടനമാണ് അപ്രതീക്ഷിതമായ മിന്നൽ പ്രളയങ്ങൾക്കും വലിയ ദുരന്തങ്ങൾക്കും വഴിയൊരുക്കുന്നത്. വടക്കൻ സിക്കിമിലെ സൗത്ത് ലെനാക് തടാകം തകർന്നുണ്ടായ ദുരന്തം അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. നിമിഷങ്ങൾക്കകമാണ് ഒരു നഗരം നാമാവശേഷമായത്. തടാകം പൊട്ടിയടർന്നതിനെ തുടർന്ന് തീസ്ത നദിയിലുണ്ടായ പ്രളയവും കെടുതിയും ഹിമതടാക വിസ്ഫോടനങ്ങളുടെ വ്യാപ്തി വെളിവാക്കുന്നതാണ്. തിബറ്റ് സുപ്രാഗ്ലേസിയിൽ 2025 സമാന സാഹചര്യമുണ്ടായി. ഭോട്ടേക്കോച്ചി നദിയിൽ വൻ വെള്ളപ്പൊക്കമുണ്ടായി. 10-ലധികം പേർ മരണപ്പെടുകയും കോടിക്കണക്കിന് രൂപയുടെ കെടുതിയുമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഫെബ്രുവരിയിൽ ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുള്ള നന്ദാദേവി ഹിമാനിയുടെ ഒരു ഭാഗം തകർന്ന് വൻ ഹിമപാതമുണ്ടാവുകയും ഋഷിഗംഗ, ധൗലിഗംഗ നദികളിൽ പെട്ടെന്നുള്ള മഞ്ഞുപ്രളയത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. തപോവൻ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്ക നിർമ്മാണത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ 200ഓളം പേർക്കാണ് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിമപ്രളയമായി കണക്കാക്കുന്നത് 1941 ഡിസംബറിൽ പെറുവിലെ പൽക്കാക്കോച്ച തടാകം തകർന്നതാണ്. ദുരന്തത്തിൽ 6000ഓളം ജനങ്ങളാണ് ഒലിച്ചുപോയത്. അനിയന്ത്രിതമായ കയ്യേറ്റങ്ങളും അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൗമാന്തരീക്ഷത്തിന്റെ മാറ്റങ്ങളുമാണ് ദുരന്ത കാരണങ്ങൾ. കൃത്യമായ ഏകോപനവും കാലാവസ്ഥാ ഉടമ്പടികൾ പ്രാബല്യത്തിലാക്കുകയുമാണെങ്കിൽ ദുരന്തമുഖങ്ങളെ ഒഴിവാക്കാനാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.